ഹലോ, നമുക്കിന്നൊരു കുഞ്ഞു കല്യാണത്തിന് പോയാലോ? പ്യൂബർട്ടി സെറിമണിയാണ് കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കുഞ്ഞു കല്യാണത്തിന് പോണത്. ഒന്നാമത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അവിടേക്ക് പോയേട്ടോ. അപ്പോൾ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ കുറേ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതേ പൊന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ട് വീട്ടിലേക്ക് കയറുന്ന ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടീനോട് ഇരുത്തിയിട്ട് ആ കിണ്ടിയിൽ കൈ ഇട്ടിട്ട് കുറച്ച് ഐറ്റംസ് അതിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കുക. അവിടെ നിൽക്കണ ഒരു 9 ആൾക്കാർക്ക് കൊടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ കൊടുത്തിട്ട് അവസാനം വരുന്ന ആ ഒരു പൊതി പൊന്ന് തുറന്നു നോക്കുമ്പോൾ അതിലെന്താണ് ഉണ്ടാവുക, അങ്ങനെ കേട്ടോ ഇത് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് പൊന്നിന് കിട്ടിയത് അരിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാന്ന്. അപ്പോൾ അതെന്തിനാണ് ചെയ്യണതെന്നും എനിക്കറിയില്ല. അപ്പോൾ ചടങ്ങുകൾ അവർ ഫോളോ ചെയ്യണു അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കുട്ടിക്ക് സ്വീറ്റ്സും അതുപോലെ തന്നെ വളകളൊക്കെ ഇടിയിക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്വീറ്റ്സ് കൊടുക്കലും അതുപോലെ തന്നെ വള കൊടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടിയാണെങ്കിൽ ഇതൊക്കെ എല്ലാ സ്വീറ്റ്സും കഴിച്ചിട്ട് മട്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ എല്ലാവരും അതൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കലായിരുന്നേ. അപ്പോൾ എല്ലാവരും കുട്ടിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ കുറേ ഡ്രസ്സും ഗോൾഡായിട്ടും എല്ലാം ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ അങ്ങനെ ആളിത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് സെക്കൻഡ് ഡ്രസ്സ് ചേഞ്ചിങ് ഉണ്ട് ഉണ്ണിക്ക്. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കണത് കേട്ടോ. അപ്പോൾ സ്വീറ്റ്സൊക്കെ എനിക്കും കിട്ടി. അപ്പോൾ ഞാനിതൊക്കെ കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബിരിയാണി ചെമ്പൊക്കെ വന്നത് കേട്ടോ. ദം ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കൂടുതൽ വിശപ്പായി. ഭയങ്കര എന്താ പറയുക, വിശന്നിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അപ്പോഴേക്കും പൊന്നുതേ സെക്കൻഡ് ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് ഡ്രസ്സും കാണാനായിട്ട്. ഇത്ര ലിമിറ്റഡ് ടൈമിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ആളെ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു വെൽക്കം ടു വുമൺഹുഡ് എന്നുള്ളത്. അപ്പോൾ ഇതേ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. എനിക്ക് ഇന്നലെ രാത്രി ഇട്ടതാണേ. അപ്പോൾ അതേ പൊന്നു കാണിച്ചു തന്നപ്പോൾ മിന്നു എനിക്ക് കാണിച്ചു തന്നു കേട്ടോ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ പറയുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ലെഗ് പീസും കൂടി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.